അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരെ, സിഹർ തന്നെയാണ് വിഷയം. മുഹ്സിൻ ഐദീദ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ അതിൻ്റെ തുടർച്ചയായെന്നോണം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലുള്ള കാര്യങ്ങളും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വിമർശിക്കാം, അതുപോലെ തന്നെ വിലയിരുത്താം. പക്ഷെ അതൊക്കെ സത്യസന്ധമായിരിക്കണം, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന്. പക്ഷേ പലതിനെയും കോട്ടിമാട്ടാനാണ് മുഹ്സിൻ ഐദീദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സിഹറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അബൂദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉദ്ധരിച്ചിരുന്നു. ഇന്ന റുക്ക വത്തിവലത്ത വത്തമായിമ ഷിർക്കുൻ. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം രണ്ടാം ഭാഗം തുടങ്ങിയിട്ടുള്ളത്. മന്ത്രിച്ചൂതിക്കെട്ടൽ, അതുപോലെ തന്നെ തമായിമ് ഏലസ് കെട്ടൽ, വത്തിവലത്ത് മാരണം, ഷിർക്കുൻ അത് ബഹുദൈവാരാധനയാണ്, ഷിർക്കാണ് എന്ന്. അപ്പോൾ ഇതിൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ മന്ത്രമേ ഉള്ളൂ, മന്ത്രിച്ചൂതി കെട്ടൽ ഇല്ല എന്ന് പറഞ്ഞതായിട്ട് കാണാം. മന്ത്രമുണ്ട്, മന്ത്രിച്ചൂതി ചരടിൽ കെട്ടുകളിട്ട് കെട്ടാറുമുണ്ട്, ശരീരത്തിൽ അത് ബന്ധിക്കാറുണ്ട്, കയ്യിലോ കൈത്തണ്ടയിലോ ഒക്കെ കെട്ടാറുണ്ട്. തമായിമും അങ്ങനെ തന്നെയാണ്, കെട്ടാറുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള മന്ത്രം അഥവാ ഷിർക്കൻ മന്ത്രങ്ങൾ, ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഷിർക്കൻ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക അല്ലാത്ത മന്ത്രങ്ങൾ, അതാണ് മന്ത്രിച്ചൂതി കെട്ടുന്ന ആളുകൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഈ മാരണവും, ഏലസ് മാരണം ഷിർക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം ഇസ്ലാമികമായ മന്ത്രത്തിന് ഉപകാരം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. മന്ത്രം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം. മന്ത്രിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ അത് ഷിർക്കിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകൾ ഉണ്ടാവാം, തൗഹീദിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകൾ ഉണ്ടാവാം. തൗഹീദിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? ജവാബ് നൽകും. ഷിർക്കിൽ അധിഷ്ഠിതമായ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹ് അതിന് ജവാബ് നൽകുകയില്ല, ഉത്തരം ചെയ്യുകയില്ല. എന്നാൽ ആ ഷിർക്കിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകൾ ആ മന്ത്രത്തിന് വേണമെങ്കിൽ മന്ത്രവാദം എന്നും പറയാം. അതും മുഹ്സിൻ പറയുന്നുണ്ട്. പക്ഷെ മുഹ്സിൻ ഇവിടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷിർക്കിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകൾക്ക് അഥവാ ഷിർക്കൻ മന്ത്രങ്ങൾക്കും അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹ് ജവാബ് നൽകും എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അഥവാ അതുകൊണ്ട് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. അപ്പോൾ അവിടെ തന്നെയാണ് അടിസ്ഥാന വിഷയം. ഷിർക്കും തൗഹീദും എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഇവർക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷിർക്കിൽ അധിഷ്ഠിതമായിട്ടുള്ള സിഹിറിന്, മാരണത്തിന് ഫലമുണ്ട് എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നത്. സിഹിർ ഉണ്ടോ ഇല്ലയോ എന്നതല്ല തർക്കം. പലപ്പോഴും മുഹ്സിൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞത് സിഹറുണ്ട് എന്ന് വിശ്വസിച്ചാൽ എങ്ങനെയാ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോവുക? അപ്പം ജിബുത്തിന് സിഹർ എന്നർത്ഥമുണ്ടെങ്കിൽ താവൂത്തിന് ഷെയ്ത്താൻ എന്നർത്ഥമുണ്ടല്ലോ. അപ്പോൾ ഷെയ്ത്താൻ ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോവുക, അത് ഷിർക്കാവുമെന്ന്. സിഹർ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇവിടെ തർക്കമേ ഇല്ല. സിഹർ ഉണ്ട്, ഷെയ്ത്താൻ ഉണ്ട്, വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം ഇവിടെ ഉദാഹരണത്തിന് പറ്റൂല എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ സിഹിർ, മാരണം ഉണ്ട്. ആ മാരണം ഷിർക്കിൽ അധിഷ്ഠിതമാണ്. അതിന് ഫലമുണ്ടോ ഇല്ലയോ എന്നതാണ് തർക്കം. ആ മാരണക്കാരൻ ചെയ്യുന്ന മാരണം കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ രക്ഷയോ ശിക്ഷയോ ഉണ്ടാകുമോ എന്നതാണ്. ഉണ്ടാവുകയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം അത് ഷിർക്കിൽ അധിഷ്ഠിതമാണ് എന്നതുകൊണ്ട് തന്നെ. ഏതായാലും നമ്മൾക്ക് മുഹ്സിൻ്റെ ആ ക്ലിപ്പ്, അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ആ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ഇസ്ലാമികമായ മന്ത്രം ഒരാൾ ചൊല്ലിയാൽ അതുകൊണ്ട് ഉപകാരം ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണോ?
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകളിൽ ഇപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നീ പറയുന്ന സൂറത്തുകൾ കൊണ്ട് മന്ത്രിച്ചാൽ തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാ ഉപദ്രവത്തിൽ നിനക്കത് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കും മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന റുഖ എന്നതിന് നിങ്ങൾ മന്ത്രിച്ചൂതി കെട്ടുക എന്ന അർത്ഥം പറയരുത്, മന്ത്രിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ആ ഹദീസിൽ ഉദ്ദേശം ശിർക്കായ മന്ത്രങ്ങൾ, അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും. ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവം ഉണ്ടാകും. സിഹറിന്റെ ഭാഗമായി ഊതുന്ന മന്ത്രങ്ങൾ, അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും. ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞതാണോ? അല്ല, ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ അതിൽ ഇസ്ലാമികമായ മന്ത്രം, ഇസ്ലാമികമായ മന്ത്രത്തെ ആരും എതിർക്കുന്നില്ല. ഇസ്ലാമികമായ മന്ത്രം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ചിലപ്പോൾ ഇന്ന് അതിന് പ്രത്യേക പേരുകളൊക്കെ ഉണ്ട്, റുഖിയ, ശറഇയ്യ എന്നൊക്കെ. എന്താ റുഖിയ, ശറഇയ്യ എന്ന് പറഞ്ഞാൽ മതപരമായിട്ടു അനുവദിക്കപ്പെട്ട പ്രാർത്ഥനകളാണ്. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ആയത്തുൽ കുർസി, ഇതൊക്കെ പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. സൂറത്തുൽ ഫലക്ക് തന്നെ പ്രാർത്ഥനയാണ്, സൂറത്തു നാസ് പ്രാർത്ഥനയാണ്. ആരോടാണ് ആ പ്രാർത്ഥന? അള്ളാഹുവിനോടാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ ആരും എതിർക്കുന്നില്ല. എന്നാൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂലേ? അവിടെയാണ് തർക്കമുള്ളത്, അവിടെയാണ് പ്രശ്നം. അതാണ് വിഷയത്തിൻ്റെ മർമ്മം. അഥവാ സിഹ്ർ ചെയ്യുന്ന ആള് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടല്ല, മാരണക്കാരൻ പ്രാർത്ഥിക്കുന്നത് ശൈത്താനോടാണ്. ശൈത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തു അവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് മാരണക്കാരൻ മാരണം ചെയ്യുന്നത്. ആ മാരണത്തിന് ഫലമുണ്ട് എന്നു വിശ്വസിക്കുന്നവർ യഥാർത്ഥത്തിൽ ശൈത്താനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ശൈത്താനോട് പ്രാർത്ഥിക്കുക. ആ ശൈത്താനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് തിവലത്ത് ഷിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നർ റുഖ വത്തമൈമ വത്തിവലത ഷിർക്കുൻ. മൂന്നും ഷിർക്ക. കാരണം എന്താ? അത് റബ്ബിലല്ല തവക്കുലാക്കുന്നത്, റബ്ബിനോടല്ല പ്രാർത്ഥന, ഇസ്ലാമികമായിട്ടുള്ള പ്രാർത്ഥനയല്ല, ഷിർക്കിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മൂന്നും ഷിർക്ക. അപ്പം മൂന്നും ഒരേ രീതിയിൽ പറഞ്ഞു എന്നതാണ്, മൂന്നും ഒരുമിച്ച് പറഞ്ഞു എന്നതല്ല. മുഹ്സിൻ അവിടെ പറഞ്ഞത് മൂന്നും ഒരുമിച്ച് പറഞ്ഞു എന്നാ. മൂന്നും ഒരുമിച്ച് പറഞ്ഞു എന്നതല്ല മർമ്മം. നേരെ മറിച്ച് മൂന്നും ഷിർക്കാണ് എന്ന് പറഞ്ഞു എന്നതാണ് മർമ്മം. മൂന്നും ഷിർക്കാണ്, ബഹുദൈവ ആരാധനയാണ് എന്ന് പറഞ്ഞതാണ് മർമ്മം. ഒരു ഹദീസിൽ ഒരു 3 കാര്യം ഒരുമിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ മൂന്നും എല്ലാ കാര്യത്തിലും ഒരുപോലെയാണ് എന്ന് അതിന് അർത്ഥമൊന്നുമില്ല. 3 കാര്യം ഒരേ സ്ഥലത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ 3 കാര്യം എല്ലാ രൂപത്തിലും ഒരുപോലെയാണെന്ന് അതിന് അർത്ഥമുണ്ടോ? ഇല്ല, അങ്ങനെ അർത്ഥമില്ല. ആ 3 കാര്യം ഷിർക്കാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ 3 കാര്യവും ഉപദ്രവം ചെയ്യില്ല, ഉപകാരം ചെയ്യില്ല എന്നുള്ള ഹദീസിൽ എവിടെയില്ല. അത് അലി മദനി മറയൂർ സ്വയം പറഞ്ഞതാണ്. മാത്രമല്ല, അലി മദനി മറയൂരിന്റെ വാദപ്രകാരമാണെങ്കിൽ സിഹർ കൊണ്ട് വലിയ ഉപദ്രവം തന്നെ ഉണ്ടാകണം. 7 വൻപാപങ്ങൾ എന്ന് പറയുന്ന ഹദീസില്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്, 7 വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം ഏതാ? ശിർക്ക്. രണ്ടാമത്തെ കാര്യം ഏതാ? സിഹർ. മൂന്നാമത്തെ കാര്യം ഏതാ? വഖത്ലുൻ നഫ്സി ബിഗൈരി ഹഖ്ഖിൻ, ഒരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തുക. കൊലപാതകം കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് അലി മദനി മറയൂർ പറയുമോ? ഒരിക്കലും പറയില്ലല്ലോ. അല്ലാതെ മൂന്നും ഒരുമിച്ച് പറഞ്ഞതല്ല. എന്നിട്ട് അദ്ദേഹം അവിടെ കോട്ടിമാട്ടാൻ വേണ്ടി സബുൽ മൂബിക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സബുൽ മൂബിക്കാത്ത് ഒന്നെന്താ? അശ്ശിർക്കു ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. 2 എന്താണ്? അസ്സിഹ്റു, മാരണം. 3 എന്താ? ഖത്ലുൻ നഫ്സ് അല്ലേ, കൊല്ലുക, ഒരാളെ കൊല്ലുക. അപ്പൊ കത്തിയെടുത്ത് കുത്തിയാൽ അപകടം ഉണ്ടാവൂലേ? അപ്പൊ അലിമദനി സിഹറിന് ഭയങ്കര അപകടം ഉണ്ടാകും എന്ന് വിശ്വസിക്കണമല്ലോ എന്ന്. ആര് പറഞ്ഞ രീതിയിലല്ല, 7 സബുൽ മൂബിക്കാത്തിനെ കുറിച്ച് പറഞ്ഞ രീതിയിലല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഇന്നർ റുഖ വത്തിവലത വത്തമായിമ ഷിർക്കുൻ എന്ന് പറഞ്ഞപ്പോൾ മൂന്നും ഷിർക്കാണ് എന്ന പ്രവാചകൻ പറഞ്ഞത്. എന്നാൽ അപ്പുറത്തോ സബുൽ മൂബിക്കാത്ത് ആളെ കൊല്ലല് ഷിർക്കാണോ? അല്ലല്ലോ. പലിശ വാങ്ങല് ഷിർക്കാണോ? അല്ലല്ലോ. അതുപോലെ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടല്, പിന്തിരിഞ്ഞോടല് ഷിർക്കാണോ? അല്ല, അതൊന്നും ഷിർക്കിൽ പെട്ടതല്ല. നേരെ മറിച്ച് ഇപ്പുറത്ത് മൂന്നും ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ അധിഷ്ഠിതമായ 2 കാര്യങ്ങൾക്ക് ഫലം ഉണ്ടാകൂല.
മന്ത്രിച്ചൂതി കെട്ടിയാൽ അല്ലെങ്കിൽ ഷിർക്കൻ മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ നടത്തിയാൽ അതിനു ഫലം ലഭിക്കൂല. സൂറത്തു ഫാത്തിറിലെ 13-14 വചനം, 13-ാമത്തെ വചനത്തിന്റെ അവസാനത്തിൽ എന്ത് ചെയ്തു? അള്ളാന്റെ അടുത്ത് പറഞ്ഞത്, അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ മായംലിക്കൂന മിൻ ഖുത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. 1. 2, നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല. ഇൻ തദുഉഹും ലാ യസ്മഉ ദുആക്കും. 3, വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാലും ഉത്തരം ചെയ്യൂല. 4, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ആ ഷിർക്കിനെ പരലോകത്ത് വെച്ച് അവർ നിഷേധിക്കും. 5, വമാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ വിവരം നിനക്ക് അറിയിച്ചു തരുന്നത് അള്ളാഹുവാണ്. ഈ ആയത്തൊക്കെ നമ്മളുടെ പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും തൊട്ടിട്ടില്ല. അപ്പം ഷിർക്കിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, ഉത്തരം കിട്ടൂല എന്നാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. അപ്പം അതേ രീതിയിലാണ് തിവലത്തും. കാരണം ആ തിവലത്തിൻ്റെയും അടിസ്ഥാനം ഷെയ്ത്താനോടുള്ള പ്രാർത്ഥനയാണ്, അഥവാ ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. സൂറത്തു റഅദിലെ 14-ാമത്തെ ആയത്ത്, പടച്ചവനല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ അവൻ ഉത്തരം ചെയ്യുകയില്ല. സൂറത്തു അഹ്കാഫിലെ 5-6 വചനം, പടച്ചവനല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ യൗമുൽ ഖിയാമ വരേക്കും അവർ ഉത്തരം ചെയ്യില്ല. നാളെ പരലോകത്തിൽ നിങ്ങളുടെ ഷിർക്കിനെ അവർ നിഷേധിക്കും. സൂറത്തു ഇസ്രായിലെ 56-ാമത്തെ ആയത്ത്, പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതു ശക്തികളാവട്ടെ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ നിങ്ങളുടെ ഒരു പ്രയാസത്തെ നീക്കിത്തരാനോ അവർക്ക് സാധ്യമല്ല. സൂറത്തു അഅറാഫിലെ 194, 195 വചനങ്ങൾ, അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ നിങ്ങളെപ്പോലെ ഉള്ള അടിമകളാണ്. വല്ലദീന തദഉന മിൻ ദൂനി ഇബാദുൻ അംസാലുക്കും, അഥവാ നിങ്ങളുടെ കഴിവുകൾക്ക് പരിധിയും പരിമിതിയും ഉള്ളതുപോലെ അവരുടെ കഴിവുകൾക്ക് പരിധിയും പരിമിതിയുമുണ്ട്. കഴിവിന് പരിധിയും പരിമിതിയും ഇല്ലാത്തവൻ അള്ളാഹു മാത്രമാണ്. എന്നിട്ട് ഖുർആൻ അവിടെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഫദ്ഉഹും ഫല്യസ്തജീബൂ ലക്കും, നിങ്ങൾ അവരോട് വിളിച്ചു തേടുക, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ. ഉത്തരം ചെയ്യൂല. ഇതാണ് ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അപ്പൊ ഷിർക്കായ മാരണത്തിന് സിഹിറിനു ഫലമില്ല. കാരണം എന്താ? അത് ഷിർക്കിൽ അധിഷ്ഠിതമാണ് എന്നതുകൊണ്ട് തന്നെ. ഷെയ്ത്താനോടുള്ള പ്രാർത്ഥനയാണ്. ഷെയ്ത്താൻ ഒയ്പറിയുമെന്നാണ് അതിലൂടെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് റുഖയെയും തമായിമിനെയും കൂട്ടിപ്പറഞ്ഞപ്പോൾ തിവലത്തും അതും ഷിർക്കാണ്, ഫലം ലഭിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനെ കോട്ടിമാട്ടി മിൻശരി നഫാസാത്തി ഫിൽ ഉഖദ്, ശരിയാണ്. എന്താ നഫാസാത്തു ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ? കെട്ടുകളിൽ ഊതുന്നവർ, അവരുടെ ഷർറെന്താ? ആ കെട്ടുകളിൽ ഊതുന്ന ആ സ്ത്രീകൾ അല്ലെങ്കിൽ കെട്ടുകളിൽ ഊതുന്ന ആളുകൾ അവിടെ നിന്ന് ഊതി എന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഷർറുണ്ടാവുമോ? അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഷർറ് അവർ ഷിർക്കിലേക്കാണ് ഈ അന്ധവിശ്വാസത്തിലൂടെ ജനങ്ങളെ എത്തിക്കുന്നത് എന്നതാണ്. അതാണ് അവരുടെ ഷർറ്. അതല്ലാതെ അവർ ഉപദ്രവം വരുത്തി വെക്കുമെന്നല്ല. ഈ ഹദീസിൽ പറഞ്ഞല്ലോ, മൻ അഖദ ഉഖ്ദതൻ സുമ്മ നഫസ ഫീഹ ഫഖദ് അശ്റക. അല്ലെ, ആ ഹദീസിന് ചില പോരായ്മകളൊക്കെ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ആ ഹദീസിൻ്റെ ആശയത്തെ പല പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്നു ബാസിനെ പോലുള്ള ആളുകളൊക്കെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. മൻ അഖദ ഉഖ്ദതൻ സുമ്മ നഫസ ഫീഹ ഫഖദ് അശ്റക, അവൻ ഷിർക്ക ചെയ്തത്. അപ്പൊ ഈ കെട്ടുകളിൽ ഊതുന്നവർ എന്താ ചെയ്യുന്നത്? ഈ ഷിർക്കിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. ആ ഷിർക്കിൽ അകപ്പെടാതിരിക്കണം, അതാണ് അവരുടെ ഷർറ്. അതല്ലാതെ അവർ എവിടെയെങ്കിലും നൂലിൽ കെട്ടിട്ടിട്ട് ഊതി മുഹ്സിന് എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചാൽ മുഹ്സിനൊന്നും സംഭവിക്കൂല. മറിച്ച് മുഹ്സിൻ ഈ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അതോടുകൂടി ഷിർക്കിലകപ്പെട്ടു. ഷിർക്കിലകപ്പെട്ടാലോ? സൂറത്തു സുമറിലെ 65-ാമത്തെ വചനം, ലൈൻ അഷ്റക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, പിന്നെ നിന്റെ അമലുകളൊന്നും എന്ത് ചെയ്യൂല, അള്ളാഹ് സ്വീകരിക്കുകയില്ല. എടുത്തു നോക്കൂ നിങ്ങൾ ലജിദൻതു ദായിമയുടെ മറുപടി.
ഷെയ്ത്താനോടുള്ള സഹായത്തേട്ടത്തെക്കുറിച്ച് ലജ്നത്തു ദായിമയോട് ചോദിച്ചപ്പോൾ മറുപടി എന്താ? അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വല്ലുജൂഇ ഇലൈഹിം ഫീ ഖളാഇൽ ഹാജാതി മിനൽ ഇളറാരി ബി അഹദിൻ ഔ നഫഇഹി ശിർകുൻ ഫിൽ ഇബാദ. എന്താ? അൽ ഇസ്തിആനത്തു ബിൽ ജിന്ന്, ജിന്നുകളോടുള്ള സഹായത്തേട്ടം, പ്രാർത്ഥന, വല്ലുജൂഇ ഇലൈഹിം അവരിലേക്ക് അഭയം തേടൽ, ഫീ ഖളാഇൽ ഹാജാത്ത് ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന്, മിനൽ ഇളറാർ അത് ഉപദ്രവമാവട്ടെ, ബി അഹദിൻ ഒരാൾക്ക്, ഔ നഫഇഹി അല്ലെങ്കിൽ ഉപകാരത്തിന് വേണ്ടി ജിന്നുകളോട് സഹായം തേടുന്നതും അവരിലേക്ക് അഭയം തേടുന്നതും ഷിർക്കും ഫിൽ ഇബാദത്തി അത് ഷിർക്കാണ്, ബഹുദൈവാരാധന. അപ്പൊ ഈ സിഹിർ ചെയ്യുന്നവനെ പോലെ തന്നെ സിഹിറിന് ഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ ഈ ഷിർക്കിന് ഫലമുണ്ട്, അല്ലാത്ത ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും എന്നാണ് അവൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ പടച്ചവൻ മാത്രം അറിയുന്ന വൈബ്, ഈ വൈബിയായിട്ടുള്ള കാര്യങ്ങൾ ഷെയ്ത്താനും അറിയുമെന്നാണ് അവൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെ അവൻ യഥാർത്ഥത്തിൽ ഷിർക്കിൽ എത്തിപ്പെടുന്നു. അപ്പോൾ ഷിർക്കിന് ഫലമില്ല എന്നത് അതുകൊണ്ടാണ് നമ്മൾ ഊന്നി പറയുന്നത്. അപ്പം ഇത് മനസ്സിലാക്കാതെ അവിടെ സബുൽ മൂബിക്കാത്ത് പറഞ്ഞില്ലേ, അത് ഒന്നിച്ചല്ലേ പറഞ്ഞത്? എല്ലാം ഒരുപോലെയാണോ? അതല്ല ഉത്തരം. ഇപ്പുറത്ത് 3 കാര്യവും ഷിർക്കാണ് എന്ന് പറഞ്ഞു. ഷിർക്കായ 2 കാര്യത്തിന് ഫലമില്ല എങ്കിൽ ഷിർക്കായ 3ാമത്തെ കാര്യത്തിന് എങ്ങനെ ഫലമുണ്ടാവുക? ഇതാണ് ചോദ്യം. അതിനാണ് മറുപടി പറയേണ്ടത്. ഇനി നോക്ക്, സബുൽ മൂബിക്കാത്ത് എടുത്ത് നോക്ക് നിങ്ങൾ. സബുൽ മൂബിക്കാത്തിൽ 1ാമത്തേത് അഷിർക്കു ബില്ല അല്ലേ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അതിന് വല്ല ഫലവും ഉണ്ടോ? അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഉണ്ടോ? ചിലർ പറയാറുണ്ടല്ലോ മുഹ്സിനെ പോലുള്ള ഫലമില്ലെങ്കിലും ഇപ്പോൾ അതൊക്കെ ആകാശത്ത് നിന്ന് അള്ളാഹ് ഇറക്കി തരണമെന്ന്. ആ ഷിർക്കു ബില്ല അല്ലെ, ഷിർക്കിനെ കുറിച്ച് എത്ര ശക്തമായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്, എത്ര വചനങ്ങളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അല്ലേ. സൂറത്തു മായിദയിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അയാൾക്ക് അള്ളന്റെയും നിഷിദ്ധമാക്കുമെന്ന് അല്ലേ. നേരത്തെ പറഞ്ഞ സൂറത്തു സുമർ, ലൈൻ അഷ്റക്ത ലയഹ്ബത്തന്ന അമലുക, അമല് പൊളിഞ്ഞു പോകും, നശിച്ചു പോകും. സ്വലാത്തും സിയാമും സക്കാത്തൊന്നും അള്ളാഹ് സ്വീകരിക്കാതിരിക്കും. അതുപോലെ ഫക്കഅന്നമ ഖറ മിന സമാ, സൂറത്തു ഹജ്ജ്, ആകാശത്ത് നിന്ന് വീഴുന്നവനെ പോലെയാണ് അവൻ്റെ അവസ്ഥ. വളരെ ഗുരുതരമായ താക്കീത് നൽകി ഷിർക്കിനെ കുറിച്ച്. പക്ഷേ ഈ ഷിർക്കിന് ഫലമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ? മുഹ്സിനെ, എന്താണ് ജനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ? ഔലിയാക്കളോട്, അമ്പിയാക്കളോട്, മഹാന്മാരോട്, മുനിമാരോട്, മഹർഷിമാരോട്, ദിവ്യന്മാരോട്, ബാബമാരോട്, ബീവിമാരോട്, ജിന്നുകളോട്, മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടില്ല. അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക, അത് ഷിർക്ക. ആ ഷിർക്കിന് ഫലമില്ല. പക്ഷെ ഫലമില്ലാതിരുന്നിട്ടും എന്തേ അതിനെ 1ാമത്തെ പാപമായിട്ട് എണ്ണിയത്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായത് കൊണ്ട്. അതേപോലെ തന്നെ 2ാമത്തേത് അസ്സിഹ്റു, മാരണവും ഷിർക്കിൽപ്പെട്ടതാണ്. മാരണത്തിൻ്റെ അടിസ്ഥാനം ഷിർക്കാണ്. അതാ പ്രവാചകൻ പറഞ്ഞത്, ഇന്നറുഖ വത്തമായിമ വത്തിവലത ഷിർക്കും. അപ്പൊ തൗഹീദിനോടാണ് നിങ്ങളുടെ പ്രതിപത്തി എങ്കിൽ, പരിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടുമാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, ഇത് കൃത്യമായി പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം സൂറത്ത് ഫുർഖാനിലെ ആയത്തിനെ കുറിച്ചാണ്. നമ്മൾ കൃത്യമായിട്ട് സൂറത്തു ഇസ്രായിലെ 47-48 വചനം, അതുപോലെ തന്നെ സൂറത്ത് ഫുർഖാനിലെ 8-9 വചനങ്ങൾ ഇത് പാരായണം ചെയ്തിട്ട് വളരെ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു, പ്രവാചകനു മാരണം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവാചകൻ മാരണക്കാരനാണ് എന്ന് പറഞ്ഞത് ലാലിമീങ്ങളാണ്, അല്ലാതെ മുസ്ലിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ എവിടെങ്കിലും കാണിച്ചു തരുമോ നിങ്ങൾ അത്തരത്തിലൊരു വാക്ക്? പ്രവാചകന് സിഹ്റ് ബാധിച്ചിട്ടുണ്ട് എന്ന്
പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? എവിടെ ഇല്ലല്ലോ. പ്രവാചകന് മരണം ബാധിച്ചു എന്നില്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനിൽ എന്താ ഉള്ളത്? പ്രവാചകനു മരണം ബാധിച്ചു എന്ന് പറയുന്നവർ ലാലിമീങ്ങളാണ്, അഥവാ മുഷിരിക്കീങ്ങളാണ്. അവരതുകൊണ്ട് തന്നെ പിഴച്ചു പോയിട്ടുണ്ട് എന്നതാണ്. ഞാനത് ആ വിശദീകരണവും എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും തൊട്ടുനോക്കിയിട്ടില്ല. അതൊന്നും തൊട്ടുവെക്കാതെ ഞാൻ ആ ഭാഗം ഒന്നും കൂടി വായിക്കുകയാണ്. സൂറത്തു ഇസ്രായിലെ 48-ാമത്തെ ആയത്തിനെ കുറിച്ച് അമാനി മൗലവി പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മരണം ബാധിച്ചവൻ, ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് 2-ാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. 2-ാമത്തെ വചനം എന്താ? മുഹ്സിനൊന്ന് ആ ആയത്തോതി വിശദീകരിക്കണം കേട്ടോ. ഉള്ളുർ കൈഫ ലറബൂലക്കൽ അംസാൽ ഫലല്ലൂ ഫലാ യസ്തതിഉന സബീല. പ്രവാചകരെ എങ്ങനെയാണ് അവർ താങ്കൾക്ക് ഉപമകൾ പറഞ്ഞത് എന്ന് താങ്കൾ ശ്രദ്ധിക്കുക, ചിന്തിച്ചു നോക്കുക. ഏതൊക്കെയാണ്? മാരണക്കാരൻ, മാരണം ബാധിച്ചവൻ, കവി, ജ്യോത്സ്യൻ, ഭ്രാന്തൻ. ഈ 5 ആരോപണം ഉന്നയിച്ചവർ ഫലല്ലു പഴച്ചുപോയി. അതിനാൽ അവർക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ തന്നെയല്ലേ ആ ആയത്തിൻ്റെ അർത്ഥം? വല്ല പോരായ്മയുണ്ടോ? എന്നാ ഒന്ന് പറഞ്ഞാൽ തരക്കേടില്ല. അപ്പം പ്രവാചകനെക്കുറിച്ചു മരണം ബാധിച്ചവൻ അല്ലെങ്കിൽ മാരണക്കാരൻ എന്ന് പറയുന്നത് പ്രവാചകൻ ഭ്രാന്തനാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. പ്രവാചകൻ ജ്യോത്സ്യനാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. പ്രവാചകന് മരണം ബാധിച്ചിട്ടില്ല. പക്ഷേ ഈ ആയത്തുകൾ വായിച്ച് കൃത്യമായി അതിൻ്റെ വിശദീകരണം വായിച്ചിട്ടും അദ്ദേഹം പോയത് എങ്ങോട്ടാണ് അറിയാം? സൂറത്ത് ഫുർഖാനിലെ 8-ാമത്തെ വചനം. ആ 8-ാമത്തെ വചനം അദ്ദേഹം വായിച്ചു പറയുന്നതൊന്ന് കേട്ടു നോക്കും നിങ്ങൾ. യഥാർത്ഥത്തിൽ ആ ആയത്തിൽ തന്നെ അലി മദ്നി മുറിയർക്കുള്ള മറുപടി എഴുത്തുന്നുണ്ട്. ആ ആയത്തിൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വഖാലു മാലി ഹാദ റസൂൽ യഅകുലു ത്വആം വയംശി ഫിൽ അസ്വാഖ്. അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ഇതെന്തൊരു റസൂലാണ്, അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണ്? യഅകുലു ത്വആം, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടികളിലൂടെ നടക്കുന്നു. അപ്പൊ നാളെ ഇനി അലി മദ്നി മുറിയർ വന്നിട്ട് പറയുമോ അള്ളാഹുന്റെ റസൂൽ ഭക്ഷണം കഴിച്ചിരുന്നില്ല? മുശ്രിക്കുകൾ പറഞ്ഞിരുന്നാണല്ലോ അത്. അതുപോലെ തന്നെ വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടികൾ നടന്നിരുന്നു, അങ്ങാടിയിലൊന്നും നടക്കാറുണ്ടായിരുന്നില്ല എന്ന് ഇനി അലി മദ്നി മുറിയർ പറയുമോ? അപ്പൊ 8-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞത്? ആ ശത്രുക്കൾ പറഞ്ഞു അല്ലെ, വഖാലു മാലി ഹാദർ റസൂൽ, എന്തു പ്രവാചകനാണ് ഇദ്ദേഹം, യഅ്കുലു തആം, ഭക്ഷണം കഴിക്കുന്നു, വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ കൂടി എന്ത് ചെയ്യുന്നു? നടക്കുകയും ചെയ്യുന്നു. ഇത് ശത്രുക്കൾ പറഞ്ഞതാണ്. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം പറയാം, ഓ അപ്പൊ അലിമദനി ഇനി എന്ത് പറയും? പ്രവാചകൻ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും അല്ലെ, അങ്ങാടിയിൽ കൂടി നടക്കരുത് എന്ന് പറയും. കാരണം ശത്രുക്കൾ എന്താ പറഞ്ഞത്? ഓ ഈ പ്രവാചകൻ അങ്ങാടിയിൽ കൂടെ നടക്കുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് ശത്രുക്കൾ പറഞ്ഞത് എന്ന്. ഇങ്ങനെയൊക്കെ ആയത്തിനെ കൂട്ടി മാറ്റേണ്ടതുണ്ടോ മുഹ്സിൻ സാഹിബേ? നിങ്ങൾ നല്ല വിവരമുള്ള ആളാണ് എന്നൊക്കെയാണല്ലോ. എന്താണ് ശരിക്കും ആയത്തിൻ്റെ ഉദ്ദേശ്യം? വഖാലു, അവർ ചോദിച്ചു, മാലി ഹാദർ റസൂൽ, എന്ത് റസൂൽ അത്? യഅ്കുലു തആം, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ റസൂൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് ശത്രുക്കളുടെ ആവശ്യം. വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ കൂടി നടക്കുന്നവൻ. അപ്പൊ അങ്ങാടിയിൽ കൂടി നടക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഒരിക്കലും പ്രവാചകനായി വരാൻ പാടില്ല എന്നാണ് ശത്രുക്കൾ പറഞ്ഞത്. നിങ്ങൾക്കെതിരിലാണ് ആയത്ത്. ഞങ്ങൾ പറയും പ്രവാചകൻ ഭക്ഷണം കഴിക്കണം, കഴിച്ചിട്ടുണ്ട്. കാരണം ശത്രുക്കൾ എന്താ ആരോപിച്ചത് പ്രവാചകനെ കുറിച്ച്? ഭക്ഷണം കഴിക്കാൻ പാടില്ല പ്രവാചകൻ. ഞങ്ങൾ പറയും പ്രവാചകൻ അങ്ങാടിയിൽ നടന്നിട്ടുണ്ട്, നടക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ശത്രുക്കൾ തിരിച്ചാ പറഞ്ഞത്, പ്രവാചകൻ അങ്ങാടിയിൽ കൂടെ നടക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് അങ്ങാടിയിൽ നടക്കുന്ന പ്രവാചകനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന പ്രവാചകനോ എന്ന അവരുടെ ചോദ്യം. അപ്പം നിങ്ങൾ തിരിച്ചു പറയും ശത്രുക്കൾ പറഞ്ഞത് എന്താ? പ്രവാചകൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാ നിങ്ങൾ പറയാ. ഏതുപോലെ ശത്രു പ്രവാചകന് മരണം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം അതേ വാദം നിങ്ങളെടുത്ത് ഉന്നയിക്കുന്നു. നിങ്ങൾ പറയും പ്രവാചകൻ അങ്ങാടിയിൽ കൂടെ നടക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയും.
കാരണം ഞങ്ങൾ പറയുക തിരിച്ചാണ്, അങ്ങാടിയിൽ കൂടെ പ്രവാചകൻ നടന്നിട്ടുണ്ട്. കാരണം ശത്രുവിൻ്റെ ആവശ്യം അതായിരുന്നു. അതുകൊണ്ടാണ് അവർ ചോദിച്ചത് മാലിഹാദർ റസൂൽ യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ് എന്ന് പറഞ്ഞത്. അങ്ങാടിയിൽ കൂടെ നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു പ്രവാചകനാവാൻ യോഗ്യനല്ല, അയാൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് അവരുടെ ആ വാദം. അപ്പോൾ ആലോചിച്ച് നോക്ക് കാര്യങ്ങൾ. അപ്പം വിശുദ്ധ ഖുർആനിനെ കൃത്യമായി എന്ത് ചെയ്യേണ്ടതുണ്ട്? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതല്ലേ സത്യസന്ധത. അതല്ലാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു വിശ്വാസം ഉണ്ടാക്കി വെച്ചു, മരണം ഫലിക്കുമെന്ന വിശ്വാസം. മരണം ഫലിക്കൂല എന്ന് പറഞ്ഞവരൊക്കെ മുഅ്തസിലിയാക്കളാണ് എന്നുള്ളൊരു അന്ധമായ വിശ്വാസങ്ങൾ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ആ വിശ്വാസം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഖുർആനിനെ ആ മരണം ഫലിക്കുമെന്നാണ് ഖുർആനിൻ്റെ വാദം എന്നുള്ളതിലേക്ക് എന്തിനാ നിങ്ങൾ വെറുതെ ദുർവ്യാഖ്യാനം നടത്തി കൊണ്ടുപോകുന്നത്? അപ്പോൾ ആയത്തുകളെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് അമാനി മൗലവിയെക്കുറിച്ച് നിങ്ങൾ എടുത്തു പറഞ്ഞല്ലോ, അമാനി മൗലവിയെക്കുറിച്ച്. ആ അമാനി മൗലവിയുടെ പരിഭാഷയിൽ ഈ 47-48 സൂറത്തു ഇസ്രായിലെ വചനത്തിൻ്റെ വിശദീകരണം ഒന്ന് ജനങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക്? അതുപോലെ തന്നെ സൂറത്തു നിസായിലെ 51-52 വചനങ്ങളുടെ വിശദീകരണം അമാനി മൗലവി പറഞ്ഞതൊന്ന് വിശദീകരിച്ച് വായിച്ച് കേൾപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക്? അതുപോലെ തന്നെ സൂറത്തു ഫുർഖാനിലെ 8-9 വചനങ്ങളുടെ അതൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറ്റുമോ? വളരെ സത്യസന്ധമായി അമാനി മൗലവിയെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉന്നത നേതാവാണ് എന്നൊക്കെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ക്ലിപ്പ് ഒന്ന് ഞങ്ങൾ കേൾപ്പിച്ചു തരാം. കെ മൗലവിയെ പോലെയുള്ളവർ റഹിമഹുല്ലാ, അതുപോലെ തന്നെ അമാനി മൗലവിയെ പോലെയുള്ളവർ റഹിമഹുല്ലാ, അതുപോലെ കെ.പി. മുഹമ്മദ് മൗലവി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അഖീദ പഠനത്തിൽ വളരെ ഉപകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് കെ.പി. മുഹമ്മദ് മൗലവിയുടെ ഗ്രന്ഥം. ഇതിൻ്റെ വിശ്വാസം 1-ാം ഭാഗം എന്ന ഗ്രന്ഥം വളരെ ഉപകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ്. അങ്ങനെ അതുപോലെ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ, ഇവരോടൊക്കെയുള്ള ബന്ധവും ഇവരോടൊക്കെയുള്ള പിന്തുടർച്ചാവകാശവും വാദിക്കേണ്ടത് കേവലം സാങ്കേതികമായ സംഘടനാ പേരുകളിലൂടെയല്ല, മറിച്ച് അവർ പഠിപ്പിച്ച ആദർശം അത് ഖുർആൻ സുന്നത്ത് യോജിച്ചതാണെങ്കിൽ സ്വീകരിച്ചുകൊണ്ടാണ്. കേട്ടല്ലോ, കെ.എം. മൗലവി, അമാനി മൗലവി, കെ.പി. മൗലവി, കുഞ്ഞീദ് മദനി ഒക്കെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കെ.പി. മൗലവിയും അതുപോലെ തന്നെ കെ.എം. മൗലവിയും അതുപോലെ അമാനി മൗലവിയും കുഞ്ഞീദ് മദനിയും ഒക്കെ പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച തൗഹീദിൽ മരണം ഫലിക്കുമെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പ്രവാചകനു മരണം ബാധിച്ചിട്ടുണ്ട്, മരണം ഫലിച്ചിട്ടുണ്ട് എന്ന് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിൽ എവിടെയെങ്കിലും പറഞ്ഞത് ബഹുമാന്യനായ മുഹ്സിന് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് കാണിച്ചു തന്നാൽ തരക്കടില്ല. അടുത്ത ഭാഗത്തിൽ ഇന്ന ഭാഗത്ത് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണത്തിൽ ആ 4 വാള്യങ്ങളിലോ അല്ലെങ്കിൽ 8 വാള്യങ്ങളിലായി പുതുക്കി ഇറക്കിയതിലോ ഇന്ന ഭാഗത്ത് ഇന്ന പേജിൽ പ്രവാചകനു മരണം ബാധിച്ചിട്ടുണ്ട് എന്ന് അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട് എന്ന് ഒന്ന് പറഞ്ഞു തരണം, അമാനി മൗലവി ആദരിക്കുന്നുണ്ടെങ്കിൽ. ഇനി ചോദിക്കട്ടെ, അമാനി മൗലവി തൻ്റെ ഖുർആൻ വിവരണം തയ്യാറാക്കുന്നതിന് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ അതിനെ അവലംബിച്ചിട്ടുണ്ട്, അറബി തഫ്സീറുകൾ. അതിൻ്റെയൊക്കെ പേരുകൾ അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട്. ആ അറബി തഫ്സീറുകളിൽ മിക്കതിലും പ്രവാചകനു മരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. എന്നിട്ടും അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിൽ എവിടെയും പ്രവാചകനു മരണം ബാധിച്ചു എന്ന റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. എന്തേ കാരണം? അത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടതല്ല എന്നതുകൊണ്ട് തന്നെയാണ്. അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അത് ഷിർക്കിൽ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തരൂ. അമാനി മൗലവിയുടെ ഖുർആൻ വിവരണത്തിൽ പ്രവാചകനു മരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് എവിടെയാണ് അമാനി മൗലവി ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇനി നിങ്ങൾ കെ.പി. മുഹമ്മദ് മൗലവിയെക്കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ കെ.പി. മൗലവിയുടെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അത്തവസുൽ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം എടുത്തു നോക്കൂ നിങ്ങൾ. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം? ഹദീസു നിദാന ശാസ്ത്രത്തിലെ വളരെ
പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതെന്താ? ആദം അലൈഹിസ്സലാമയുടെ പേരിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം, അതിന് മറുപടി പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ എത്രയും പരിശുദ്ധരും സത്യസന്ധരുമായിരുന്നാൽ പോലും അതിലെ ആശയം ഖുർആന്റെ വ്യക്തമായ പ്രസ്താവനക്കെതിരായി വരുമ്പോൾ ആ ഹദീസു തള്ളിക്കളയണമെന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ. ഇനി റിപ്പോർട്ടർമാർ അറിയപ്പെടാത്തവരും അവിശ്വസനീയരുമാണെങ്കിൽ അത് ഹദീസ് എന്ന പേരിന് പോലും അർഹമാവുകയില്ല. നിങ്ങളേറെ ബഹുമാനത്തോടു കൂടി എടുത്തു പറഞ്ഞ KP മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ തവസ്സുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 82-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതാ. നിങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റുമോ? ആരാണെങ്കിലും ഖുർആൻ തുറന്ന ഭാഷയിൽ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമാണ് ആ ഹദീസിലുള്ളത് എങ്കിൽ, അഥവാ ഹദീസ് എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടിലുള്ളത് എങ്കിൽ അത് തള്ളിക്കളയണമെന്ന കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ്. ഞാൻ ഒന്നുകൂടി വായിക്കുക, ആ ഭാഗം ഒന്നുകൂടി വായിക്കുക. ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ എത്രയും പരിശുദ്ധരും സത്യസന്ധരുമായിരുന്നാൽ പോലും അതിലെ ആശയം ഖുർആനിൻ്റെ വ്യക്തമായ പ്രസ്താവനക്കെതിരായി വരുമ്പോൾ ആ ഹദീസു തള്ളിക്കളയണമെന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇതാണ് പ്രവാചകനു മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിൻ്റെ അവസ്ഥ. വിശുദ്ധ ഖുർആനിൻ്റെ തുറന്ന ആശയത്തിനെതിരാണത്. അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കാറില്ല. അത് കരുതി അത് റിപ്പോർട്ട് ചെയ്ത മഹാന്മാരെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഇകഴ്ത്താറില്ല, പുകഴ്ത്താറില്ല. അവരുടെ കാര്യമൊക്കെ നിങ്ങൾ ചോദിക്കും അല്ലേ? അവരുടെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. എന്താ അങ്ങനെയുള്ള ആളുകളൊക്കെ ഷിർക്കിലകപ്പെടുന്നാണോ അലി മദനി മൊറയൂർ പറയുന്നത് എന്ന്? അതൊക്കെ മൂസ അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ഫിറൗൻ ഉന്നയിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് തുല്യമാണത്. എന്താ? ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, മൂസ മുൻഗാമികളുടെ അവസ്ഥ എന്താ? നീ പറയുന്നതാണ് ശരിയെങ്കിൽ എന്നെ ആരാധിച്ച് ജീവിച്ചു മരണപ്പെട്ടു പോയ ഇവരുടെയൊക്കെ കാരണവന്മാർ ഉണ്ടല്ലോ, പിതാമഹന്മാരുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്ത് എന്ന്. എന്താ മൂസ അലൈഹിസ്സലാം അതിന് കൊടുത്ത മറുപടി? ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസ. നിങ്ങളോടും പറയാനുള്ളത് അതന്നെ. അതിൻ്റെയൊക്കെ ഇൽമ്, മുൻഗാമികളുടെ അമലും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രതിഫലങ്ങളൊക്കെ പടച്ചോൻ നിർണയിച്ചു വെച്ചിട്ടുണ്ട് കൃത്യമായ രേഖയിൽ. അത് അള്ളാഹിൻ്റെ അടുക്കലുണ്ട്. ഞങ്ങൾക്ക് അതിലൊരു ബേജാറുമില്ല. ആ സമൂഹത്തിൽക്ക ഉമ്മത്തുൻ ഖദ് ഖലത്ത് ലഹാ മാ കസബത്ത് വലക്കും മാ കസബ്തും വലാ യുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ആ സമൂഹമൊക്കെ കഴിഞ്ഞു പോയി. ആ സമൂഹങ്ങളൊക്കെ പ്രവർത്തിച്ചത് അവർക്ക് കിട്ടും, നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾക്ക് കിട്ടും. അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യൂല. അതുകൊണ്ട് കൃത്യമായി ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ സ്വഹീഹായ തിരുചര്യയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ വിശ്വസിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ സൂറത്തു ബക്കറയിലെ തുടക്കം മോദിയിട്ട്. ആ ക്ലിപ്പൊന്ന് കേട്ട് നോക്ക് നിങ്ങൾ. അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരു കാര്യം വന്നാൽ അതൊരു ഹർഫാണ് എങ്കിൽ പോലും നീ അത് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കൽ നിന്റെ മേൽ നിർബന്ധമാണ്. അത് ഈമാനിൽപ്പെട്ടതാണ്. സൂറത്തുൽ ബഖറ എങ്ങനെയാണ് തുടങ്ങിയത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ അടിത്തറയാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞ് വിശ്വസിക്കാൻ അല്ലേ? വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അല്ലേ, അതിൽ ലാ റൈബ ഫീഹി എന്ന ഖുർആന്റെ പ്രത്യേകതയാണത്. ഖുർആനിൽ യാതൊരു സംശയവുമില്ല. മറിച്ചോ ഹദീസ് എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകളിൽ പോരായ്മകൾ വരാം. അത് വിലയിരുത്താനാണ് ഹദീസു നിദാനശാസ്ത്രം. ഖുർആൻ ലാ യഅ്തിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ബാത്തിൽ അതിൽ വരുന്ന പ്രശ്നമേ ഇല്ല. സ്വഹീഹു മാത്രമേ ഉണ്ടാവുള്ളൂ. ലഈഫ് അതിൽ ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല. മുതവാത്തിറാണ് അത് മുഴുവനും. അത് റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ഹക്കീമും ഹമീദുമായ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. സൂറത്തു ഇസ്രായിലെ 9-ാമത്തെ വചനം ഏറ്റവും ചൊവ്വായതിലേക്ക് സമൂഹത്തെ നയിക്കുന്നത് ഈ ഖുർആനാണ്. മാത്രവുമല്ല
ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിൻ്റെ സംരക്ഷണ ചുമതല നാം ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാണ് പറഞ്ഞത്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ല പരിശുദ്ധ ഖുർആൻ, അത് റബ്ബിൻ്റെ കലാമല്ല എങ്കിൽ നിങ്ങൾക്കതിൽ ഒരുപാട് ഇഖ്തിലാഫുകൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. സൂറത്തുൻ നിസാ എടുത്തു നോക്ക്. ഈ പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അതാണ് ഒന്നാം പ്രമാണം. രണ്ടാം പ്രമാണമാണ് സ്വഹീഹായിട്ടുള്ള ഹദീസ് അഥവാ സുന്നത്ത്, ആ തിരുചര്യ. അതിലേക്കും തിരിച്ചു വരണം. അതല്ലാതെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകളെ താങ്ങിപ്പിടിച്ച് നടന്നിട്ട് ഞങ്ങൾ ഖുർആൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ തിരുചര്യയുടെ ആൾക്കാരാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് മുഹ്സിൻ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അല്ലേ, തൗഹീദിന് വേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇത് ഈ രീതിയിൽ ഇത്ര വാശിയോടുകൂടി സ്ട്രോങ് ആയിട്ട് മാരണത്തിൻ്റെ കാര്യം പറയാൻ എന്താ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ഇത് തൗഹീദിന് വിരുദ്ധമാണ്. അഥവാ മാരണം ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയുന്നതും വിശ്വസിക്കുന്നതും മാരണക്കാരൻ ശൈത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും നേർച്ചയാക്കുകയും അവനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തിട്ടാണ് മാരണം ചെയ്യുന്നത്. ആ ശൈത്താനാണ് മാരണക്കാരനെ അവൻ ഉദ്ദേശിച്ചത് നേടിയെടുക്കാൻ സഹായിക്കുന്നത്. ഇത് ശിർക്ക, പക്കാ ശിർക്ക. മാരണം ചെയ്യുന്ന ആൾ ഷിർക്കിൽ അകപ്പെടുന്നതോടെ പോലെ തന്നെ മാരണം ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ, മാരണം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ല. ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. മാരണം ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ അവനും ഇതേ ഷിർക്കിൽ അകപ്പെടുന്നു. കാരണം ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചാൽ, അവനെ ആരാധിച്ചാൽ, അവനെ പൂജിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന വാദത്തെ ഇവനും സത്യപ്പെടുത്തുന്നു. ആ ഷെയ്ത്താനു ഗൈബറിയുമെന്ന ഇസ്ലാമിക വിരുദ്ധമായ വാദത്തെ മാരണം ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവനും പിന്തുടരുന്നു. അതുകൊണ്ട് തൗഹീദിന് വിരുദ്ധമാണ് മാരണം ഫലിക്കുമെന്ന വിശ്വാസം. മാരണം ഉണ്ട് എന്ന വിശ്വാസമല്ല, മാരണം ഫലിക്കുമെന്ന വിശ്വാസം. അതുകൊണ്ട് ഈ തൗഹീദിന് വേണ്ടി നിലകൊള്ളാൻ പരിശുദ്ധ ഖുർആനിൻ്റെയും നബി പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായി സമൂഹത്തെ ബോധവൽക്കരണം നടത്തി സത്യത്തിലേക്ക് സമൂഹത്തെ കൈപ്പിടിച്ചാനയിക്കാൻ അള്ളാഹുവേ എല്ലാവിധ തൗഫീക്കും നൽകി നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം.